രണ്ടുപേരാണ് വന്ദേ മാതരത്തെ എതിർത്തിരുന്നത്. ഒന്ന് ബ്രിട്ടീഷുകാരും പിന്നെ അന്നത്തെ മുസ്ലിം ലീഗുകാരും. ഇതാണ് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മുസ്ലിം ലീഗുകാർക്കെതിരെയും ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയാണ്, സമയക്കുറവുണ്ടല്ലോ. ഇന്ന് രാജ്യത്തിന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ നല്ലൊരു ദിവസത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നവര് RSSകാരും BJP-കാരും. അങ്ങനെ പോകാൻ പറ്റില്ല. തെളിവ് വെച്ചിട്ട് പോകണം. പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. മഞ്ജുഷേ, അല്ല ഈ മഹാത്മാഗാന്ധി 12 പ്രതികളുണ്ട്. അല്ല യുവരാജെ, മഹാത്മാഗാന്ധിജിയെ കൊന്ന വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. ഈ 12 പ്രതികളും ഹിന്ദുത്വ തീവ്രവാദികളാ. അല്ല നിങ്ങള് ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ തറവാട്ട് ഇതാണോ ഇന്ത്യ? മനസ്സിലാക്കി. അല്ല നിങ്ങൾ നോക്ക്, മഞ്ജുഷിന്റെ ചോദ്യം തെറ്റാണ്. മഞ്ജുഷ് പറഞ്ഞത് ഞങ്ങളല്ല ഇതിന് നമ്മുടെ മഹാത്മാഗാന്ധി, അത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇങ്ങനെ തീരുമാനിച്ചത്. എന്നിട്ട് BJP-ക്ക് അനുസരിച്ച് അവർ സ്വത്വത്തിലേക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അല്ല പറയട്ടെ, നിങ്ങൾ സ്വത്വത്തിലേക്ക് പോകണമെന്നാ യുവരാജ് പറയുന്നത്. എന്താണ് സ്വത്വം? നിങ്ങൾ പറ. കോൺഗ്രസ് സ്വത്വത്തിലേക്ക് പോകുന്നില്ല അത്രേ. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്വത്വം? ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടെ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മൾ അഭിമാനമായി പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് രാജ്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിഷം കലർത്താൻ BJP ശ്രമിച്ചിട്ട് കാര്യമില്ല, വിജയിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ? അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ നിങ്ങൾ ഒരുപാട് ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദ് എന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ടിനാണ് BJP തോറ്റു തുന്നമാടിയിട്ടുള്ളത്. ഹൈന്ദവ മതവിശ്വാസം നിങ്ങൾക്കെതിരെ തന്നെയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, BJP വേറെ, ഹൈന്ദവ മതവിശ്വാസം വേറെ. അത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. മതത്തിനെതിരാണ്. അടിസ്ഥാനത്തിലാണോ അവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ നിങ്ങൾ അങ്ങോട്ട് പറയാൻ സമ്മതിക്ക്. ഓരോ സ്ഥലത്തെയും അതാത് രാഷ്ട്രീയ പരിതസ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും പരാജയം ഉണ്ടാകുന്നത്. അല്ല താങ്കളെ കാതലായ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വന്നില്ല കേട്ടോ. താങ്കൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, കേരളത്തിൽ മാത്രമാണ് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാതിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അത് ലീഗ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് വരുന്നത്. അതിനുള്ള മറുപടി പറയുന്നില്ല ഷാക്കിർ. മഞ്ജുഷേ, ഞാൻ പറയട്ടെ, അതിനിടയ്ക്ക് യുവരാജ് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കേട്ട് ഞാൻ പോവാണ് വേണ്ടത്? അല്ലല്ലോ, ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ആകെ പൊരുൾ, BJP എന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ്. ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരോ മറ്റു മതവിശ്വാസികളോ അംഗീകരിക്കുന്നില്ല. അതിന്റെ തെളിവ് കൂടിയാണ് ഈ വന്ദേ മാതരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിജിയും എല്ലാവരും സ്വീകരിച്ചത്. കോൺഗ്രസ് ആ നിലപാട് എടുക്കുന്നില്ലല്ലോ ഷാക്കിറെ. മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കുഴപ്പമില്ലെന്നേ വന്ദേ മാതരത്തിന്. അല്ല, നിങ്ങൾ മഞ്ജുഷിന്റെ ലക്ഷ്യം എന്താണ്? മഞ്ജുഷിന് നമ്മൾ കൃത്യമായി പറഞ്ഞു, രാജ്യത്ത് BJP ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി. നിങ്ങൾ മഞ്ജുഷ് തന്നെ കൃത്യമായി പറഞ്ഞു, പാടുന്നവർക്ക് പാടാം, പാടാതിരിക്കുന്നവർ പാടാതിരിക്കാം. പാടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ തീരുമാനമെടുത്തത്. അല്ല അത് അവര് മറുപടി പറയട്ടെ. അതിന് ഈ യുവരാജ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. മറുപടി പറയട്ടെ എന്നാണ് ഷാക്കിറെ. നിങ്ങൾ ദേശീയ തലത്തിൽ തന്നെ INDI മുന്നണിയായിട്ട് നിൽക്കുന്നവരല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ INDI മുന്നണിയിൽ നിന്ന് പിൻവാങ്ങിയോ? ഇല്ലല്ലോ. നിങ്ങൾ കർണാടകത്തില് കോൺഗ്രസുമായിട്ട് ടൈപ്പായിട്ടല്ലേ മുമ്പോട്ട് പോകുന്നത്. തെലങ്കാനയിൽ നിങ്ങളില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ നിന്നെല്ലാം പിൻവാങ്ങിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് പറയട്ടെ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ വന്ദേ മാതരം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടൊരു കേരള വിഷയമല്ലല്ലോ, അതൊരു ദേശീയ വിഷയം തന്നെയല്ലേ? ആ ദേശീയ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ കോൺഗ്രസ് പാടി, തെലങ്കാനയിൽ കോൺഗ്രസ് പാടി, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് പാടി. അത് ചോദിക്കുമ്പോൾ അവര് പറയട്ടെ എന്ന് പറയാൻ നിങ്ങളും അവരും എന്താ സെപ്പറേറ്റ് ആണോ? നിങ്ങൾ ഒരു മുന്നണിയുടെ ആൾക്കാരല്ലേ? അത് അല്ല
യുവരാജെ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ മറുപടി പറയണം, നിങ്ങൾ വാശി പിടിക്കരുത്. അല്ലല്ല, ഞാൻ വാശി പിടിക്കുന്നതല്ല, നിങ്ങളുടെ മറുപടി എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്നു അവര് പറയട്ടെ. ആര് പറയട്ടെ? ആരാണ് അവര്? സ്റ്റാൻഡ് നിങ്ങൾക്കിഷ്ടം അല്ല നിങ്ങൾക്കിഷ്ടം. ഞാൻ നേരത്തെ രാമക്ഷേത്രം ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കൊണ്ടുവന്ന അജണ്ടകൾ RSS 100 കൊല്ലം സമയമെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതിനെ ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികൾ തള്ളിക്കളഞ്ഞത് എന്താണെന്നറിയോ? പള്ളി പൊളിച്ചെടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ അവിടെ അപ്പോഴും മുമ്പോട്ട് പോകുന്ന അങ്ങനെ തന്നെയല്ലേ? പിന്നെ ആ ഫൈസാബാദ് മണ്ഡലത്തിൽ അയോധ്യ ഇരിക്കുന്ന നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അല്ലല്ല, ക്ഷേത്രം ഇരിക്കുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് ലീഡ്. അല്ല, ഈ ആരോപണത്തിൽ നിന്ന് ഷാക്കിർ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുഴപ്പമില്ല. അല്ല മഞ്ജുഷേ, അല്ല പറയട്ടെ മഞ്ജുഷേ, നിങ്ങൾ ആ യുവരാജിന് പറയാനുള്ള സമയം മുഴുവൻ കൊടുത്ത് അദ്ദേഹം തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടു പോകണം. ഞാൻ എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞു പോയാൽ മതിയോ? ഞാൻ പറഞ്ഞത് യുവരാജ് വളരെ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ച രാമക്ഷേത്രം അത് പള്ളി പൊളിച്ചുണ്ടാക്കിയതാണ്. അത് പള്ളി പൊളിച്ചുണ്ടാക്കിയ ഒരു പള്ളി പൊളിച്ചുണ്ടാക്കിയതല്ല. ആ ഇരുന്ന സ്ട്രക്ചറിന്റെ പുറത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ഒരേപോലെ അധികാരം എന്നുള്ള നിലയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ പള്ളിയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ലായിരുന്നു. അതിനെ തർക്കമന്ദിരം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. വിഷയം മാറ്റിക്കൊണ്ട് പോവുകയാണ്. സാക്കിറിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തെ സംസാരിക്കാനൊന്നുമില്ല. എങ്ങനെയും വിഷയം മാറ്റി ഓടണം. ഇൻഫ്ലേഷനൊക്കെ കൊണ്ടുവരാൻ നോക്കി, അതൊക്കെ തേഞ്ഞ് പണ്ടാരടങ്ങി പുതിയ ഇടത്താക്കി ഗോൾ പോസ്റ്റ് വേറൊരിടത്തെ കൊണ്ടുപോകുന്നതിലേക്ക് ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥയൊക്കെ പറഞ്ഞല്ലോ. ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥ പറഞ്ഞത് വന്ദേമാതരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വന്ദേമാതരത്തിൽ നിന്ന് സംസാരിക്കാനാണ് അതിനുള്ള മറുപടി നൽകാമല്ലോ ഷാക്കിറിന് അതേ ആരോപണത്തിൽ. ഈ യുവരാജ് പറയാത്ത കഥകളില്ല. അത് ഇവർ സ്ഥിരമായി BJP പറയുന്ന ചില ഭാഷ എവിടെ കൊണ്ടെത്തിച്ചാലും കോൺഗ്രസിലെ മുസ്ലിം ലീഗ് നിങ്ങൾ ഞാൻ പറഞ്ഞതിന് മറുപടി കൃത്യമായി പറഞ്ഞോളൂ. എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ വേറെ വല്ലയിടത്തൊക്കെ പോയി എനിക്ക് മറുപടി പറയണ്ടേ? അതിന് അല്ല, ഞാൻ ലാഹോറിലെ വിഷയം പറഞ്ഞത് എന്താണ്? പാർട്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വിഷയം പറഞ്ഞത്. ദുരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വിഷയം പറഞ്ഞത്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോളൂ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ദുരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യയിലെ നിലവിലുള്ള മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ആ വാദത്തിനെതിരാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അന്നത്തെ വോട്ടിങ്ങിന്റെ പാറ്റേൺ വെച്ച് പറയൂ. നോക്കൂ, ഇന്ത്യയിലെ 90% മുസ്ലിങ്ങളും അതിനെതിരായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയൂ. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ ആകെ BJPയുടെ ആകെ പരിപാടി തരും ചരിത്രത്തെ വളച്ചൊടിക്കുക, തെറ്റായി നിങ്ങൾ ശരിയായിട്ട് വ്യാഖ്യാനിച്ചാൽ മതി. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല സാക്കറെ. ശരി, നിങ്ങൾ എന്റെ വാദം ഇത്രയേ ഉള്ളൂ. അന്ന് ഇന്ത്യയില് ഒരു ഹിതപരിശോധന നടത്തുമ്പോൾ 95% മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ ഞങ്ങൾക്ക് മറ്റൊരു രാജ്യം വേണമെന്നായിരുന്നു. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതേ വിഷയത്തിൽ തെന്നി മാറുകയാണ്. ശരി, യുവരാജ് തെറ്റായ കണക്ക് പറയല്ലേ? എന്ത് തെറ്റായ കണക്ക്? അന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കണക്കുപെടുത്തോ? അല്ലല്ല, കേൾക്ക് യുവരാജെ, അന്നത്തെ പാകിസ്ഥാനികളെ മുസ്ലിങ്ങളെ കണക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കണക്കുമെടുക്ക്. എങ്ങനെയാണ് 90%? മാത്രമല്ല, പാകിസ്ഥാനിലെ ആദ്യത്തെ നിയമമന്ത്രി ആരെന്നറിയോ? ആരാ? മുസ്ലിമാ? അല്ല, അയാൾക്ക് എന്ത് ആണോ? പറയൂ. 6 വർഷം കഴിഞ്ഞ രാജ്യത്ത് മതതീവ്രവാദികളാണെന്നും പറഞ്ഞ് പെട്ടിയും കൊടുത്തെടുത്ത് ജീവനോടെ ഇന്ത്യയിലേക്ക് ഓടി. അതും കൂടെ പറയൂ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വന്ദേമാതരത്തിൽ കോൺഗ്രസ് വെട്ടിലായോ? കോൺഗ്രസ് വെട്ടിലായെന്ന് 69% പ്രേക്ഷകർ, ഇല്ല എന്ന് 29%. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.